ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ ഏജ് ടുവിലേക്ക് സ്വാഗതം. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ ഉപയോഗിക്കപ്പെട്ടതായി പറയുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കൂറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ കേരളത്തിലെ മറ്റ് 64 കാളി ക്ഷേത്രങ്ങളുടെ മാതൃക ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കേരളത്തിൽ പ്രസിദ്ധയാണ്. വടക്കോട്ട് ദർശനം ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ്. പരമശിവൻ ഇവിടെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ്. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശം 108 ശിവാലയ സ്തോത്രത്തിൽ കാണാം. എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ് എന്നതാണ് ഒരു പ്രത്യേകത. ഉപദേവതകളായി ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലൻ, തവിട്ടുമുത്തി, വസൂരിമാല, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മകരമാസം 1 മുതൽ 4 വരെ നടക്കുന്ന താലപ്പൊലി, മീനമാസത്തിലെ ഭരണി മഹോത്സവം, കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഈ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണുണ്ടാവുക. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ കൂട്ടർ നടത്തുന്നത്. കുന്നത്ത് മഠത്തിൽ, നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം. പുരാതനമായ മാതൃദൈവ സങ്കല്പം, ഊർവരത, കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവയാണ് ദർശനത്തിന് പ്രധാനം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്കുമാറി ദേശീയപാത 66 ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി കൂറുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടുവൻ ആദ്യമായി കണ്ണകി പ്രതിഷ്ഠ നടത്തിയത്. ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിൽക്കാലത്ത് നിലവിൽ വന്നതാണ് ഇന്നു കാണുന്ന ഭഗവതി ക്ഷേത്രം. പുരാതന കാലത്ത് തെക്കേ ഇന്ത്യയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ആദിമ യുദ്ധ ദൈവമായിരുന്ന കൊറ്റൈവ എന്ന ഭഗവതി, ഈ ഭഗവതിയുടെ സങ്കല്പത്തിലായിരുന്നു കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠ. ആദിമ യുദ്ധ ദൈവമായ കൊറ്റൈവ ആയിരുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആരാധനമൂർത്തി എന്ന് കാണാം. ഈ ഭഗവതി പിൽക്കാലത്ത് പലവിധ പരിണാമങ്ങളിലൂടെ ഭദ്രകാളി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ന് മാതൃദൈവാരാധന, ഊർവരത, കാർഷിക സംസ്കാരം, യുദ്ധവിജയം എന്നിവയുമായി ബന്ധപ്പെട്ട ദൈവമായിരുന്നു. പതിനിക്കടവുൾ എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത്.